എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോയുടെ ഏറ്റവും ബേസിക് ആണെന്ന് എല്ലാവർക്കും ഇപ്പോഴും അറിയാം. ഇതിന്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഫ്ലേഷൻ, അതായത് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഇൻഫ്ലേഷൻ അറൌണ്ട് 14% വെച്ചിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ സർജറിക്ക് ചിലവ് വരുന്നുണ്ടെങ്കിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ അത് 2 ലക്ഷവും 10 കൊല്ലത്തിനുള്ളിൽ 4 ലക്ഷവും, അതായത് അത്രയും കൂടുതലാണ് ചിലവുകൾ വരുന്നത്. ഇൻഫ്ലേഷൻ അത്ര രീതിയിൽ കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ വിദേശ കുത്തക കമ്പനികൾ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഷെയർ, അതായത് മേടിച്ചിട്ടുണ്ട്, വലിയ ഷെയർ മേടിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിദേശ കുത്തകകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലവ് ആ രീതിയിലും കൂടും. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്ത് ഇൻഷുറൻസ്, നല്ല ഒരു ഹെൽത്ത് കെയർ കിട്ടണമെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമ്മുടെ കയ്യിൽ വേണം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 30ഓളം കമ്പനികളുടെ 300ഓളം പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ബജറ്റിന് ഒതുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു 10-20 പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് ബെസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ബെസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സം ഇൻഷുർഡ്. അതായത് മിനിമം 10 ലക്ഷം രൂപയ്ക്കെങ്കിലും ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കെങ്കിലും മിനിമം, അത് ഗവൺമെന്റിന്റെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതാണ് 10 ലക്ഷം രൂപ വേണമെന്നുള്ള രീതിയിൽ. പക്ഷെ 10 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം. അതിലും കൂടുതൽ 20 lakhs വരെയെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ, അതായത് നമ്മുടെ ഈ സം അഷ്യൂർഡ് തീരുന്നതിനനുസരിച്ച് ഇൻബിൽട്ട് ആയിട്ട് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ എന്ന ഫീച്ചർ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. ഇപ്പോൾ പല കമ്പനികളുടെ പ്ലാനിലും ഇൻഫിനിറ്റ് സം അഷ്യൂർഡ്, അതായത് സം അഷ്യൂർഡേ ഇല്ല, അതായത് അങ്ങനത്തെ പ്ലാൻസും അവൈലബിൾ ആണ്. യങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രീമിയം ഇല്ലാതെ തന്നെ നമുക്ക് എത്ര 75 ലക്ഷം, 1 കോടി, 2 കോടി എത്ര വന്നാലും കിട്ടുന്ന, അതായത് അൺലിമിറ്റഡ് സം അഷ്യൂർഡ് എന്നുള്ള ഓപ്ഷനും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം സം അഷ്യൂർഡ് ആണ് ഇതിലെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതല്ല, നല്ലൊരു സം അഷ്യൂർഡിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് തന്നെ വേണം. പിന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ 2-3 റേഷ്യോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 30ഓളം കമ്പനികളുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു 5-6 കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ് 95% എബോവ് ഉള്ളത്. ബാക്കിയെല്ലാം 90 അല്ലെങ്കിൽ 85 ഒക്കെയാണ്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 1 കൊല്ലത്തെ അല്ല നോക്കണ്ടേ, കഴിഞ്ഞ 3 കൊല്ലത്തെ ആവറേജ് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, അതായത് നമുക്ക് കമ്പനിക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ ക്ലെയിമിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ള റേഷ്യോ ആണ്. അതായത് കമ്പനി ഒരു 80 rupees വരെ ചെലവഴിക്കുന്ന കമ്പനീസാണ് ഏറ്റവും നല്ലത്. കാരണം കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് ഒരു 20 വരുന്ന രീതിയിൽ ICR ഒരു 80% അറൗണ്ട് നിൽക്കുന്നതും. അതുപോലെ തന്നെ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ, ഇതിലെന്താ വെച്ചാൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കേസ് വലിയൊരു 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ അല്ലെങ്കിൽ 3 കോടി രൂപയുടെ 4 കോടിയുടെയോ വലിയൊരു കേസ് വന്നു, അത് ഒഴിവാക്കി അങ്ങനെ ആ രീതി ചെറിയ കേസുകൾ പാസ്സാക്കി വിടുന്ന രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കൂട്ടുന്ന കമ്പനികളുണ്ട്. അപ്പോൾ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ, എത്ര രൂപയുടെ ക്ലെയിം വന്നു, എത്ര രൂപ കൊടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ റേഷ്യോസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റേഷ്യോസിനെ കുറിച്ചൊക്കെ അറിയാൻ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് ഞാൻ ഏതാണ് കമ്പനീസ് ലീഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളൊരു ലൈക്ക് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ വീഡിയോ കുറച്ച് പേരിലേക്ക് കൂടുതൽ എത്തുന്നത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ നോളജ് എത്താൻ അത് സഹായിക്കും. അതുപോലെ തന്നെ 5ാമത്തെ ഒരു പോയിന്റ്, വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പ്ലാൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വെയിറ്റിംഗ് പീരീഡ്, ഇപ്പം ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനത്തെ പല അസുഖങ്ങൾക്ക് 140-150ഓളം അസുഖങ്ങൾക്ക് Day 1 കവറേജ് കൊടുക്കുന്ന പ്ലാനുകൾ വരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ, അതായത് നമുക്ക് 3-5 കൊല്ലമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ പ്ലാൻസ് എടുക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻസി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. 9 months അല്ലെങ്കിൽ 1 year നമുക്ക് പ്രഗ്നൻസി കിട്ടുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ റൂം റെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ഇപ്പോൾ പുതിയ പ്ലാനുകളിലൊന്നും റൂം റെന്റ് ലിമിറ്റ് ഇല്ല. പണ്ടത്തെ പ്ലാനുകളിലൊക്കെ സം അഷ്യൂർഡിന്റെ 1%, അതായത് 5 ലക്ഷത്തിന്റെ പ്ലാൻ ആണെങ്കിൽ 1%, 5000 രൂപയുടെ റൂം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതുണ്ട്. ഇത് വളരെ ഒരു അധികം ബില്ലിലെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത പ്ലാൻ സെലക്ട് ചെയ്യണം, ശ്രദ്ധിക്കുക. സബ് ലിമിറ്റ്സ്, ചില അസുഖങ്ങൾക്ക് സബ് ലിമിറ്റ് വെക്കുന്ന പ്ലാൻ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പുതിയ പ്ലാനുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി പല കമ്പനികളും ചെയ്യുന്ന ഒരു സംഭവമാണ് കോ പേയ്മെന്റ് എന്നൊരു കാര്യം. അതായത് കോ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം പെട്ടെന്നൊരു 4000-5000 രൂപയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. കോ പേയ്മെന്റ് എന്ന് വെച്ചാൽ ക്ലെയിം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 10-20% വെക്കുക. അതായത് 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ 10,000-20,000 നമ്മുടെ കയ്യിൽ നിന്ന് വെക്കുക.
ബാക്കി 80,000 കമ്പനി കൊടുക്കുക. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 2 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. അപ്പോൾ കോ പേയ്മെന്റ് ഇല്ലാത്ത പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റിയുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്തായാലും നോക്കുക. നിങ്ങൾ പോകാൻ സാധ്യതയുള്ള ഒരു 4-5 ഹോസ്പിറ്റൽ, 1-2 ഹോസ്പിറ്റലെങ്കിലും, എല്ലാ ഹോസ്പിറ്റലും എല്ലാ കമ്പനിക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ മിനിമം നിങ്ങൾ പോകാൻ സാധ്യതയുള്ള നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ 4-5 ഹോസ്പിറ്റലിൽ 2-3 ഹോസ്പിറ്റലെങ്കിലും കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൺസ്യൂമബിൾസ്, അതായത് ഈ നമ്മുടെ കൺസ്യൂമബിൾസ് എന്ന് വെച്ചാൽ ഈ PPE കിറ്റ്, കോട്ടൺ, അങ്ങനത്തെ ഒരു 500ഓളം ഐറ്റംസ് ഉണ്ട്. അതിന് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബില്ലിൽ 10-15% വരെ ചിലവാകുന്ന സംഭവമാണ്. അത് മുഴുവൻ 100% കൺസ്യൂമബിൾസും തരുന്ന പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ ഈ അടുത്ത് കുറേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ല, നമുക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വന്നാലും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അഡ്മിഷൻ വേണം, ഒരു പ്രൊസീജിയർ ചെയ്യണം, ഡിസ്ചാർജ് വേണം. അങ്ങനത്തെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് വരുമ്പോൾ കീ ഹോൾ സർജറി, അങ്ങനത്തെ പല ഇനിയും കൂടുതൽ റോബോട്ടിക് സർജറി ഒക്കെ ഇനിയും പെട്ടെന്ന് ആളുകൾക്ക് വരിക, പ്രൊസീജിയർ ചെയ്യാൻ പോകാന്നുള്ള രീതിയിലാക്കും. അപ്പോൾ അതിന് ഹെൽത്ത് ഇൻഷുറൻസ്, ഡേ കെയർ പ്രൊസീജിയേഴ്സ് മുഴുവൻ കവർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, നമ്മൾ അഡ്മിഷന് മുന്നേയും ഡിസ്ചാർജിന് ശേഷവും മാക്സിമം ദിവസങ്ങൾ, അതായത് 180 ഡേയ്സ് ഒക്കെ തരുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. മാക്സിമം ദിവസമുള്ള, അതായത് നമ്മൾ മരുന്ന് മേടിക്കുന്നത്, നമ്മുടെ ടെസ്റ്റുകൾക്ക് ആ ചെലവുകളൊക്കെ ഉണ്ടല്ലോ, ആ ചെലവുകളൊക്കെ കവർ ചെയ്യുന്നതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അത് മാക്സിമം ഉള്ള കമ്പനി സെലക്ട് ചെയ്യുക. ആയുഷ്, ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ 100% തരുന്ന പ്ലാനുകൾ, അത് മിക്കവാറും എല്ലാ പ്ലാനുകളും ഇപ്പോൾ തരുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി സാധാരണ ചില ആളുകൾ വരുത്തി വെക്കുന്ന ചില മിസ്റ്റേക്സ് ആണ് പറയുന്നത്. 4-5 മിസ്റ്റേക്സ് ഞാൻ പറയാം. ഒന്ന്, പ്രീമിയം കുറവ് ഉള്ള പ്ലാൻ എടുക്കുക. ഇപ്പം നമ്മൾ ഒരു പ്ലാനിന് ഒരു 25,000 പറഞ്ഞു, വേറെ പ്ലാൻ 21,000 പറഞ്ഞു. പക്ഷെ ഇതിന്റെ ക്ലെയിം നമ്മൾ 4,000 രൂപ കുറച്ചെടുത്തു, ഭാവിയിൽ ഒരു 1 ലക്ഷം 2 ലക്ഷം ക്ലെയിം വന്നിട്ട് അവിടെ നമുക്ക് റിജക്ഷൻ വരുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ കുറച്ച് പ്രീമിയം, ഒരു 10-20% കൂടുതൽ പ്രീമിയം ഉള്ള പ്ലാൻ എടുത്തു പോവുക തന്നെയാണ്. കാരണം അത്തരം 100%, 99% വരെ ക്ലെയിം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ക്ലെയിം റിജക്ഷൻ ഞാൻ കാണാത്ത കമ്പനീസ് തന്നെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ക്ലെയിം ആൾക്കാരുടെ, ഇത് നമ്മൾ ഈ ഫീൽഡിൽ 10-20 കൊല്ലമായി നിൽക്കുമ്പോൾ നമുക്ക് ഓരോ കമ്പനികളുടെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. അത് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം ഏത് കമ്പനീസാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. എംപ്ലോയർ ഇൻഷുറൻസിനെ ആശ്രയിച്ച് കഴിയരുത്. എംപ്ലോയർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, പക്ഷേ നമ്മൾ ആ കമ്പനി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇൻഷുറൻസ് കവറേജ് ഇല്ല. നമ്മുടെ സ്വന്തമായി ഒരു ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്കും ലൈഫ് ലോങ് ഉള്ള ഒരു സ്വന്തം ഇൻഷുറൻസ് എന്തായാലും വേണം. കാരണം അത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആഡിങ് പാരൻസ് ഇൻ സെൽഫ് പോളിസി, നമ്മുടെ പാരൻസിനെ നമ്മുടെ പോളിസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഹയസ്റ്റ് ഏജിലുള്ള മെമ്പറുടെ ഏജിനെ വെച്ചിട്ട് പ്രീമിയം കൂടും. അപ്പം അതുകൊണ്ട് തന്നെ പാരൻസിന് എടുക്കുന്നെങ്കിൽ പാരൻസിന് സെപ്പറേറ്റ് പോളിസി എടുക്കുക, നമുക്ക് സെപ്പറേറ്റ് പോളിസി എടുക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കമ്പയർ ചെയ്ത് എടുക്കുക. അതായത് നമ്മൾ ഒരു പ്ലാൻ ഒരാൾ പറഞ്ഞു അപ്പോൾ പോയി എടുക്കുകയല്ല, നമ്മൾ കമ്പയർ ചെയ്ത് ഇത് നമ്മൾ ലൈഫ് ലോങ് ഡിസിഷനാണ്. നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ മാരേജ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പാർട്ട്ണർ, ലൈഫ് ലോങ് ഡിസിഷൻ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്, നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പം ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ആ പ്ലാൻ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത് പറഞ്ഞ പോലെയാണ്, നമ്മൾ ഒരു പ്ലാൻ എടുത്തു, ഒരു 5 കൊല്ലം 6 കൊല്ലം 10 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിജക്ഷൻ വരില്ല. കാരണം കമ്പനിക്കും അറിയാം ഇതൊരു ജെന്യൂൻ കസ്റ്റമർ ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അനാവശ്യമായി ജമ്പ് ചെയ്ത് പോകാതിരിക്കുക. ഒന്നുകിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം സപ്പോർട്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലായ്മയൊക്കെ വരുമ്പോൾ പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടെങ്കിൽ ഏതാണോ കമ്പനി, ആ കമ്പനി തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ഉള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മിസ്റ്റേക്ക്, പറ്റാവുന്ന ചില മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ഞാൻ മൾട്ടിപ്പിൾ കമ്പനി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സാപ്പ് ചെയ്യാം. ഈ നമ്പറുകളിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചും പുതിയ അറിവുകളെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.